കാമിയാനി എക്സ്പ്രസ് വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാരെ അവർക്ക് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു. വിശ്വാസ് യാദവും ശ്രദ്ധ യാദവും അവരുടെ വിവാഹശേഷം തങ്ങളുടെ മാമന്റെയും മാമിയുടെയും ഒപ്പം മുംബൈയിൽ നിന്ന് കാമിയാനി എക്സ്പ്രസിൽ ബനാറസിലേക്ക് പോവുകയാണ്. ട്രെയിൻ സ്റ്റേഷൻ വിടുമ്പോൾ തന്നെ ഭക്ഷണം വിൽക്കുന്നവർ ഭക്ഷണ സാധനങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസ് മോനെ, നമുക്കൊരു ചായ കുടിച്ചാലോ? വേണ്ട മാമ, നിങ്ങൾ കുടിച്ചോളൂ. മോളെ, എന്തെങ്കിലും കഴിക്കുന്നോ? മാമി, ഇപ്പൊ വേണ്ട. മോളെ, ഭക്ഷണം കഴിക്കുന്നതിന് ഒട്ടും മടിക്കണ്ട. നമ്മൾ മുംബൈയിൽ നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. ബനാറസ് വരെ പോകേണ്ടതാ, ഭോലേനാഥിന്റെ നഗരത്തില്. അതെ മോളെ, നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ. എന്തേലും കഴിച്ചില്ലേ വിശക്കില്ലേ? മാമ, നമ്മുടെ വീട് ബനാറസിലല്ലേ, അവിടെ ചെന്നിട്ട് സ്വസ്ഥമായി കഴിക്കാമല്ലോ. ഞാൻ ബനാറസിലേക്ക് ആദ്യമായിട്ടാ പോകുന്നത്. ഭോലേനാഥിന്റെ ആ നഗരം വളരെ സുന്ദരമാണെന്നാണ് കേട്ടിട്ടുള്ളത്. നീ സ്വയം എല്ലാം ചെന്ന് കാണ്. പിന്നെ ഭോലേനാഥിനെ കണ്ട് തൊഴണം. ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അത് എവിടെയും നിൽക്കാതെ വലിയ സ്റ്റേഷനുകളെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിനുള്ളിൽ സിവിൽ പോലീസും റെയിൽവേ പോലീസും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ട്രെയിനിനുള്ളിൽ ഒരു അശരീരി പോലെ യക്ഷിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞാൻ യക്ഷിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കാമായനി എക്സ്പ്രസ് തട്ടിയെടുത്തിരിക്കുകയാണ്. ഈ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തണമെങ്കിൽ വിശ്വാസ് യാദവ് ഇവിടെ എന്റെ അടുത്ത് വന്നേ പറ്റുകയുള്ളൂ. എനിക്കറിയാം, ഈ ട്രെയിനിലാണ് വിശ്വാസ് യാദവ് വിവാഹം കഴിഞ്ഞ് ഭാര്യയുമൊത്ത് ബനാറസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരെ, വിശ്വാസ് യാദവിനെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. യക്ഷിയുടെ വിളംബരം കേട്ട് ട്രെയിനിലെ യാത്രക്കാർ ഞെട്ടിത്തെറിച്ചു പോകുന്നു. മാമനും മാമിയും ശ്രദ്ധയും വിശ്വാസിനെ ആശ്ചര്യത്തോടെ നോക്കുന്നു. സംഭവം എന്താണെന്ന് അവർ അയാളോട് ചോദിക്കുന്നു. വിശ്വാസ്, എന്താണ് ഈ കേൾക്കുന്നത്? അയ്യോ മോനെ, യക്ഷി നിന്നെ എന്തിനാണ് വിളിക്കുന്നത്? അതേ വിശ്വാസ്, ഇതെന്തായി നടക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇക്കാര്യത്തിൽ നിങ്ങൾക്കും അറിയാവുന്നതൊക്കെ എനിക്കും അറിയൂ. അല്ലെങ്കിലും യക്ഷികൾ പറയുന്നത് ആരാ വിശ്വസിക്കാൻ പോകുന്നത്? യക്ഷികൾ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ ട്രെയിൻ തട്ടിയെടുത്തിരിക്കുന്നു. അക്കാര്യം സത്യമാണല്ലോ. യക്ഷി കാമിയാനി എക്സ്പ്രസ് അപഹരിച്ച വിവരം നാലുപാടും പരക്കുന്നു. പോലീസും റെയിൽവേ അധികാരികളും കാമിയാനി എക്സ്പ്രസ് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. കാമിയാനി എക്സ്പ്രസ് കൊടുങ്കാറ്റ് പോലെയാണ് പായുന്നത്. അത് ഒരു സ്റ്റേഷനിലും നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കാനാ ഓഫീസർ? ട്രെയിൻ ഓടിക്കുന്നത് ഡ്രൈവറൊന്നുമല്ല, യക്ഷിയാണ്. ഈ പറയുന്നത് ആര് വിശ്വസിക്കും? ട്രെയിൻ ഓടിക്കുന്നത് യക്ഷിയാണത്രേ. കാമിയാനി എക്സ്പ്രസിന്റെ അടുത്ത സ്റ്റേഷൻ ഭോപ്പാലാണ്. അവിടുത്തെ സ്റ്റേഷനിൽ ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ട്രെയിൻ ഭോപ്പാലിലും നിൽക്കുമെന്ന്. ട്രെയിൻ വളരെ വേഗത്തിൽ അതിന്റെ ട്രാക്കിലൂടെ ഭോപ്പാൽ സ്റ്റേഷനും കടന്നു പോകുന്നു. യക്ഷി ഡ്രൈവറുടെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് ട്രെയിൻ ഓടിക്കുന്നു. എന്നിട്ട് പേടിപ്പിക്കുന്ന വിധം പൊട്ടിച്ചിരിക്കുന്നു. യക്ഷി ട്രെയിൻ ഓടിച്ചുകൊണ്ട് സ്വയം സംസാരിക്കുന്നു. കേൾക്കൂ വിശ്വാസ്, നിനക്ക് എത്ര നേരം എന്നിൽ നിന്നും ഒളിച്ചിരിക്കാൻ സാധിക്കും? നീ എന്റെ അടുത്ത് വരുന്നില്ല എങ്കിൽ ഈ ട്രെയിൻ നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കും. എങ്ങനെയായാലും നീ എന്റെ അടുത്തേക്ക് വന്നേ പറ്റൂ വിശ്വാസ്. യക്ഷിയുടെ മുന്നറിയിപ്പ് ട്രെയിനിലെ യാത്രക്കാർ വീണ്ടും കേൾക്കുന്നു. യക്ഷി ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നു: വിശ്വാസ് യാദവിനെ എന്റെ അടുത്തെത്തിക്കൂ എന്ന്. ശ്രദ്ധ ഇക്കാര്യം കേട്ടതും നേരെ ഡ്രൈവറുടെ ക്യാബിനിലെത്തുന്നു. യക്ഷി ട്രെയിൻ ഓടിക്കുന്ന സ്ഥലത്ത് യക്ഷി ശ്രദ്ധയെ കണ്ടതും പൊട്ടിച്ചിരിക്കുന്നു. ശ്രദ്ധ, നീ എന്തിനിവിടെ വന്നു? ഞാൻ നിന്റെ ആ ഹൃദയശൂന്യനായ ഭർത്താവിനെയാണ് വിളിച്ചത്. എന്തിനാണ് എന്റെ ഭർത്താവിനെ വിളിച്ചത്? അതറിയാനാണ് ഞാൻ വന്നത്. നിന്റെ ഭർത്താവ് ചെയ്ത ക്രൂരതയറിഞ്ഞാൽ നീ ദുഃഖിക്കുകയേ ഉള്ളൂ. എനിക്കതറിഞ്ഞേ പറ്റൂ. എന്തായാലും പറയൂ, എന്താണ് സംഭവിച്ചത്? കേൾക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് വിശ്വാസിന്റെ വിശ്വാസവഞ്ചനയുടെ കഥ കേട്ടോളൂ. എന്റെ പേര് സുഷ്മിത എന്നാണ്. ഞാനും വിശ്വാസും ഒരുമിച്ചാണ് റെയിൽവേയുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങി. വിശ്വാസ് എന്നെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് തന്നിരുന്നു. ഞാൻ വിശ്വാസിന്റെ വാക്കുകളെ വിശ്വസിച്ചു. പക്ഷെ അവൻ എന്നെ വഞ്ചിച്ചു. ട്രെയിനിങ് പകുതിക്ക് വെച്ച് നിർത്തി ഞാനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് അവൻ അവിടുന്ന് കടന്നു കളഞ്ഞു. എനിക്കുണ്ടായ ദുഷ്പേരിന്റെ പേരിൽ ദുരഭിമാനികളായ എന്റെ സഹോദരന്മാർ എന്നെ കൊന്നുകളഞ്ഞു. എന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു.
ഞാൻ യക്ഷിയായി മാറി. അന്നു തൊട്ട് ഞാൻ വിശ്വാസിനെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് മനസ്സിലായി അവൻ നിന്നെ വിവാഹം ചെയ്ത് ബനാറസിലുള്ള അവന്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന്. പ്രതികാരം ചെയ്യുന്നതിനായി ഞാൻ ഈ ട്രെയിൻ തട്ടിയെടുത്തിരിക്കുകയാണ്. സുഷ്മിത, വിശ്വാസിന്റെ ചതി നിന്നെ യക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു. അതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ ഇപ്പോൾ അയാൾ എന്റെ ഭർത്താവാണ്. ഞാൻ സുമംഗലിയാണ്. ഭർത്താവിന്റെ രക്ഷ എന്റെ ധർമ്മമാണ്. അതുപോലെ വിശ്വാസിനെ കൊല്ലേണ്ടത് എന്റെയും ധർമ്മമാണ്. ശ്രദ്ധ യക്ഷിയിൽ നിന്നും വിശ്വാസിനെ കുറിച്ചറിഞ്ഞ് ക്രോധത്തോടെ തിരിച്ചു വരുന്നു. അവൾ വിശ്വാസിനോട് വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. വിശ്വാസ് മുഖം രക്ഷിക്കാനായി എന്തൊക്കെയോ പറയുന്നു. മാമനും മാമിയും ശ്രദ്ധയെ സമാധാനിപ്പിക്കുന്നു. കാമിയാനി എക്സ്പ്രസ് നിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കഴിഞ്ഞു. ട്രെയിൻ പോകുന്ന വഴിക്ക് പല സിഗ്നലുകളും തകർത്ത് ഒരുപാട് അപകടങ്ങളും ഉണ്ടാക്കി. പോലീസ് ഇൻസ്പെക്ടർ മറ്റു വഴികളൊന്നുമില്ലാതെ ഒരു മന്ത്രവാദിയെ സഹായത്തിന് വിളിക്കുന്നു. തിരുമേനി, ഇനി അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അവസാന പ്രതീക്ഷ. ഈ ജോലി ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ യക്ഷിയുടെ അടുത്തെത്താൻ എന്നെക്കൊണ്ട് കഴിയില്ല. തിരുമേനി, എന്തെങ്കിലും ഒരു മാർഗം പറയാമോ? ഒരു മാർഗമുണ്ട്. എന്താണത്? വേഗം പറയൂ. നമ്മൾ മനുഷ്യരെ പോലെ യക്ഷികൾക്കും ഒരു ധർമ്മഗുരു ഉണ്ടാകും. അദ്ദേഹം പറയുന്നത് ഭൂതങ്ങളും യക്ഷികളും അവഗണിക്കില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ സഹായം വേണ്ടിവരും. അദ്ദേഹത്തിന് സ്വന്തം ശക്തി കൊണ്ട് യക്ഷിയോടിക്കുന്ന ആ ട്രെയിനിൽ എത്താൻ കഴിയും. മന്ത്രവാദി ഭൂതങ്ങളുടെ ഗുരുവിനെ കണ്ടിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഭൂതങ്ങളുടെ ഗുരു സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. എന്നിട്ട് സ്വന്തം ശക്തി കൊണ്ട് പറന്നു ചെന്ന് കാമിയാനി എക്സ്പ്രസിലുള്ള യക്ഷിയുടെ അടുത്തേക്ക് എത്തുന്നു. യക്ഷി ഭൂതങ്ങളുടെ ഗുരുവിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോകുന്നു. ഗുരുജി, അങ്ങ് ഇവിടെ? എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നത് സുഷ്മിത? ഗുരുജി, അങ്ങേക്കെല്ലാം അറിയുന്നതല്ലേ? ഇതെന്റെ പ്രതികാരമാണ്. നിന്റെ ഈ പ്രതികാരം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപകടത്തിലായിരിക്കുന്നത്. പഴയ കാര്യങ്ങളെല്ലാം മറന്ന് വിശ്വാസിന് നീ മാപ്പ് കൊടുക്കൂ. ഒരിക്കലുമില്ല ഗുരുദേവ. ഇതെന്റെ ആജ്ഞയാണ്. യക്ഷി ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് തന്റെ പ്രതികാരാഗ്നി തണുപ്പിക്കുന്നു. ട്രെയിനിന്റെ വേഗത ഇപ്പോൾ സാവധാനത്തിലായി. അപ്പോഴേക്കും കാമിയാനി എക്സ്പ്രസ് മഹാദേവന്റെ നഗരമായ ബനാറസിലെത്തുന്നു. ബനാറസിലെത്തിയ ശേഷം യക്ഷി തന്റെ ഗുരുവിനൊപ്പം വിശ്വാസിനെ കാണുന്നു. വിശ്വാസ് അവളോട് മാപ്പ് ചോദിക്കുന്നു. യക്ഷി അവന് മാപ്പ് കൊടുത്ത് മഹാദേവന്റെ ചരണങ്ങളിൽ ലയിക്കുന്നു. വിശ്വാസ് അവന്റെ ഭാര്യയോടും മാമനോടും മാമിയോടുമൊപ്പം ഭഗവാൻ ഭോലേനാഥിനെ ദർശിച്ചുകൊണ്ട് അവരുടെ യാത്രയെയും ജീവിതത്തെയും സഫലമാക്കുന്നു.